Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So today, ഇന്ന് ഞാൻ വീണ്ടും നോർമലി നമ്മൾ ഈ ടി വിയിൽ വരുന്ന കാര്യങ്ങളൊന്നും റിയാക്ട് ചെയ്യാത്തതാണ്. ഈ മീഡിയയിൽ വരുന്ന മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന ആ മീഡിയ ഉണ്ടല്ലോ, അതിൽ വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അധികം റിയാക്ട് ചെയ്യാത്തതാണ്. പക്ഷേ ഇത് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാര്യമാണെങ്കിലും, പിന്നെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ആക്ച്വലി മദ്യത്തിനെ ലഹരിയെയും കുറിച്ച് ഇവർ നടത്തിയൊരു ഡിബേറ്റിൻ്റെ ഒരു കാര്യമാണ്. അതിൽ നമുക്ക് എനിക്ക് കേട്ടതിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യണം തോന്നിയത്, കാരണം നമുക്ക് പൊതുജനങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഇതില്ലല്ലോ. ഇതിങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടോണ്ടിരിക്കാനുള്ള ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ. സോ അതിന് ഇതായിട്ട് എന്താണ് ഒരു റിപ്ലൈ ആയിട്ട് നമുക്ക് എന്താ പറയുന്നതെന്നുള്ളതും കൂടെ, നമ്മുടെ ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്ക് എന്താണ് പറയണതെന്നുള്ളതും കൂടെ ഇവരൊക്കെ അറിയണം. കാരണം ഈ വന്നിരിക്കുന്ന ആൾക്കാരും നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. സോ യങ്ങർ ജനറേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ച് വേണം ഇതിൽ കാര്യങ്ങൾ ചെയ്യിക്കാൻ. മെയിൻ പാനലിലിരിക്കുന്ന ആൾക്കാർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്ലോസ് ടു ആർ ഏജ് വരുന്ന ഒരു 20 to 30 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ ഇരുത്താം. സോ എനിവേയ്സ്, നമുക്കത് കണ്ടതിന് ശേഷം ഞാൻ ആ ഒരു പ്രസക്തമായ ആ ഒരു ഭാഗം മാത്രം ഞാൻ എടുത്ത് കാണിച്ചിട്ട് നമുക്ക് പാർട്ടായിട്ട് ഈ കാര്യം ചെയ്യാം. ഓക്കെ, സോ ഇനിഷ്യലി നമ്മൾ ഈ ഒരു സ്മോൾ പോർഷൻ മാത്രം നമ്മളിപ്പോൾ കേട്ടിട്ട് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയ ഒരു ഭാഗം ഇതാണ്. ഈ ലേഡി പറയുന്ന ഒരു ഭാഗമാണ്. സോ ലെറ്റ്സ് സീ ദാറ്റ്. ഓക്കെ, ഇതാണത്. ഓക്കെ, അതെ, റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ് എന്നൊരു ടേം അദ്ദേഹം ഉപയോഗിച്ചു. ഈ ഡ്രിങ്കേഴ്സിന് ആരോടാണ് റെസ്പോൺസിബിലിറ്റി? എന്താണ് റെസ്പോൺസിബിലിറ്റി? മനസ്സിലായില്ല. മറ്റൊന്ന് സുഗതകുമാരി ടീച്ചർ, ഈ ഒരു മനോഭാവമാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ഈ പുള്ളിക്കാരി പറഞ്ഞ കാര്യത്തിനോട് റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ് ആരോടാണ് റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നത്, എന്തിനോടാണ് റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ മദ്യം എന്ന് പറയുന്ന കാര്യം കാലാകാലങ്ങളായിട്ട് ഉണ്ടായി വന്നൊരു സാധനമാണ്. ഇന്ന് മാത്രം നമ്മളുടെ നാട്ടിൽ ഇപ്പം ഇവർ പറയുന്ന പോലെയാണെങ്കിൽ ലോകം ഇത് കാരണം ഇതിനോടകം തന്നെ അവസാനിച്ച് പോയിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമല്ല. ഇത് വർഷങ്ങളായിട്ട് ഈ ദൈവങ്ങളുടെ കാലത്ത് മുതൽ വരെ ഈ ബുക്കുകളിലും കാര്യത്തിൽ എഴുതി വെച്ചിട്ട് മനുഷ്യർ ഉണ്ടായ സമയം മുതൽ ഈ ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ അതിന് കുറച്ചപ്പുറം ഈ ഒരു സംഭവം, ഈ മദ്യം എന്ന് പറയുന്ന ഒരു സംഭവം പല രീതിയിലും ആൾക്കാർ ഈ തെങ്ങെന്നും പിന്നെ അല്ലാതെയൊക്കെ ഈ വാറ്റിയും അല്ലാതെയൊക്കെ പണ്ടുള്ള ആൾക്കാരും വൈനായിട്ടും പിന്നെ ചാരമായിട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കഴിച്ചിട്ടുള്ള കാലമുണ്ട്. സോ ഇപ്പം മാത്രം അതിന് സമൂഹത്തിനിടയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ അതിൽ ആക്ച്വലി ഒരു പ്രസക്തിയുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലയാളികളുടെ മാത്രം ഒരു മെൻറ്റാലിറ്റിയാണ്. ഇത് മലയാളികളുടെ മാത്രം ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മലയാളികൾ ഇന്ത്യക്കാരുമാണ് പൊതുവേ ഞാൻ ആ ഒരു കാറ്റഗറിയിൽ കണ്ടിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മദ്യപിക്കാൻ അറിയില്ല. അതായത് നമുക്കൊരു പരിധിയുണ്ട്. നമ്മൾ എന്തിനാണ് മദ്യപിക്കുന്നത്? നമ്മളൊരു സദസ്സിലിരിക്കുമ്പോൾ നമ്മളവിടെ നമ്മൾ സ്വയം മാനം കെടുത്താനല്ല, നമ്മളൊരു ഇതിൽ ചെന്നു നമുക്ക് ആവശ്യമുള്ളത് കഴിക്കുക, നമുക്ക് നമ്മുടെ വില കളയില്ല എന്ന് ഉറപ്പുള്ള രീതിയിൽ മാത്രം കഴിച്ച് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് ഒരു പ്രശ്നമില്ല. അതുമാത്രമല്ല, നമ്മൾ മദ്യപിക്കുന്നത് നമ്മളുടേതായ ഒരു സഭയിലിരുന്നാണ് മദ്യപിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. അതായത് എൻജോയ്മെൻ്റ് എല്ലാ രീതിയിലും വേണമല്ലോ. ഇപ്പോൾ നമുക്ക് ആ പറയുന്ന ബാലൻസ് പറയുന്നതും കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. കേട്ടോ, ഒരുപാട് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വേദി വിട്ടുപോയതെന്ന് എനിക്കിപ്പോൾ യാതൊരു സംശയവുമില്ല. ഞാൻ അവരെ നമിക്കുകയാണ്. കാരണം മദ്യം ലഹരി അല്ല എന്ന അങ്ങയുടെ വാദത്തിൽ നിന്ന് തന്നെ ഞാൻ ഖണ്ഡിക്കുകയാണ്. അത് ശരിയാണ്, ലഹരിയാണ് അത്. അത് അംഗീകരിക്കാത്തിടത്തോളം കാലം നമ്മൾ അംഗീകരിക്കുന്നു. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഷാപ്പുകളുടെ എണ്ണം അങ്ങ് പറഞ്ഞു. പക്ഷേ മദ്യവിൽപ്പനയുടെ റെക്കോർഡ് വില, ഓരോ വർഷവും റെക്കോർഡ് വിൽപ്പന തകർത്ത് മുന്നേറുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? ഇത് കേരളത്തെ തകർത്ത് കഴിഞ്ഞു. പിന്നെ ലഹരി ബാധിക്കാനുള്ള ഒരു കാരണം കൂടി ഞാനൊന്ന് നിരത്തുകയാണ്. മദ്യം ഇവിടെ ഇഷ്ടം പോലെ ലഭ്യമാക്കി കൊടുത്തതിന്റെ പരിണിത ഫലമാണ് ലഹരിയുടെ ആസക്തിയിലേക്ക് മുങ്ങിപ്പോയ കേരളം. അത് നിസ്സംശയം പറയാം. ഇവിടെ അത് ശാസ്ത്രീയമായി പറയാൻ കഴിവുള്ളവർ ഈ വേദിയിലുള്ളത് കൊണ്ട് ഞാൻ തുടർന്നൊന്നും പറയുന്നില്ല. ഇവര് ഇപ്പം ലഹരിയുടെ ഇതിൽ അടിപ്പെട്ട് മദ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ ആൾക്കാർ ലഹരിയിലോട്ട് ഇതിൽ പെട്ടുപോകുന്നത് എന്നെല്ലാം ഒരുപാട് പറയുന്നുണ്ട്. ഇതെല്ലാം ഇതിനെപ്പറ്റി അറിയില്ലാത്ത ആൾക്കാർ ഇതിൽ പിടിച്ചിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിനെപ്പറ്റി എന്തെങ്കിലും മേഖലയിലിരിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ ഇതിനെപ്പറ്റി ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. ഇപ്പോൾ ഇവർ പറയുന്ന ഓരോ ലഹരിക്കും അതിൻ്റേതായ ഒരു എഫക്റ്റ് ഉണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കാതെയും ഇങ്ങനെ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയുന്നത് സമൂഹത്തിനകത്ത് നമുക്ക് പല കാര്യങ്ങളും, ഇപ്പം മദ്യം ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, മദ്യത്തിന് മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകുന്ന ഒരു കോർപ്പറേറ്റ് ജോലി എന്നിരിക്കട്ടെ, ആ കോർപ്പറേറ്റ് ജോലി നമുക്ക് തരുന്ന ഒരു പ്രഷർ,
അതുകൊണ്ട് ആൾക്കാർ എന്താണ് ലൈഫ് കൊടുക്കുന്ന ഈ പ്രാരാബ്ദവും വീടെടുത്ത് ലോൺ വെക്കുന്നതും പിന്നെ ലൈഫിലെ പ്രശ്നങ്ങളും പിന്നെ ഒരു ജോലിയിൽ ഉണ്ടാകുന്ന വർക്ക് പ്രഷറും കാരണം ആൾക്കാർ മരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്. അത് നമ്മൾ നോർമലി എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മദ്യപിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രഷറും എനിക്ക് ഒരു ഇതും തന്നിട്ടുള്ളത് ഞാൻ വർക്ക് ചെയ്തിരുന്ന കോർപ്പറേറ്റ് ഫീൽഡിൽ നിന്നാണ്. എനിക്ക് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മാനസികമായിട്ടുള്ള സംഘർഷവും പിന്നെ നമ്മളുടെ കംപ്ലീറ്റ് ലൈഫിലുള്ള ഒരു ഹാപ്പിനെസ് മൊത്തം ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന നമ്മളെ കംപ്ലീറ്റ് ഊറ്റിക്കളയുന്ന ഒരു പരിപാടിയാണത്. സോ അതുകൊണ്ട് ഇത് സമൂഹത്തിന് കേടാണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതെങ്ങനെയാണ് അത് ശരിയാവുന്നത്? അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ദൂഷ്യവശങ്ങളുണ്ട്. നല്ലതുപോലെ തന്നെ ഇവർ പറയുന്ന ഇപ്പൊ അതൊരു ജോലിയാണ് അതുകൊണ്ട് അതിന് പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റും. അല്ല, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഖത്തറിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മൾ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് എന്ന് പറഞ്ഞ ഫീൽഡിലും ഒരുപാട് ഫീൽഡിൽ മേഖലകൾ മാറി മാറി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ആൾക്കാർക്ക് റിസ്ക് ഉണ്ട്. റിസ്ക് ഈസ് ഈക്വൽ. നമ്മളൊരു മദ്യം കഴിച്ചിരുന്നാലും ഇപ്പം ആൾക്കാർ മരിക്കും, സമൂഹത്തിൽ പ്രശ്നമുണ്ട്, കാര്യങ്ങളുണ്ട്. ഈ പണി എടുക്കാൻ വേണ്ടി, അതായത് ഒരു സൈറ്റിനകത്ത് നമ്മൾ കാണുന്ന ഈ ബംഗാളികളും ഇവരും വന്നിരുന്നിട്ട് ഈ 50-56 ഡിഗ്രിയൊക്കെയാണ് ഈ സൈറ്റിനകത്ത് റീഡിങ് വരുന്ന ചൂട്. ആ ചൂടത്ത് ഇരുന്ന് ഇവർ പണിയെടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ആയുസില്ല. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ആ സൈറ്റിനകത്ത് എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഓരോ പല പല ആക്സിഡൻറ്റിൽ പല ആൾക്കാരും മരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിടം കെട്ടിപ്പൊക്കുന്നതിനിടയ്ക്ക് ഓരോരോ ഇഞ്ചുറീസ് പറ്റുന്നു. ഈ ഫോർക്ക് ലിഫ്റ്റ് വന്ന് കയറിയിട്ടുള്ള ഇൻസിഡൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. ഫോർക്ക് ലിഫ്റ്റിൻ്റെ ആ ഇത് വന്നിട്ട് ആൾക്കാർ ഇത് കുത്തി കയറുന്ന ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. 400 കിലോയുള്ള സ്റ്റോൺ ബ്ലോക്ക് വന്ന ആൾക്കാർ ദേഹത്ത് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സമൂഹത്തിന് പ്രശ്നമാണ്, അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ മരിക്കുന്നു, നല്ലതുണ്ടാവുന്നില്ല, അവിടെ എല്ലാം ചീത്തയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഫോൺ ടവേഴ്സ് അത് റേഡിയേഷൻ ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺസ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് കേടാണ്, മാടയാണ്, കോടയാണെന്ന് പറഞ്ഞ് നമുക്ക് അത് നിർത്തിക്കളയാൻ പറ്റും. അപ്പോൾ ഇവർ പറയുന്നതിനൊന്നും ഒരു എന്താണ്, എല്ലാം ഒരു ഒറ്റ ബുദ്ധിയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു രീതിയിൽ മാത്രമേ ചിന്തിക്കൂ, അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തയ്യാറാണ്. അതായത് ഞാൻ പറയുന്നത് ഫുൾ ടൈം മദ്യപിച്ച് ഈ തറയിൽ മുട്ടുന്ന രീതിയിൽ വെള്ളം അടിച്ച് നടക്കുന്ന ആ ആൾക്കാരോട് എനിക്കും ബഹുമാനമില്ല, എനിക്ക് വിലയില്ല അങ്ങനെയുള്ള ആൾക്കാരോട്. ഞാൻ ബഹുമാനിക്കുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ രണ്ടെണ്ണം അടിച്ചിരുന്നാലും ശരിയാണ്, അവരുടെ കപ്പാസിറ്റി എന്താണെന്ന് അറിയുക. അവർക്ക് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ സമയത്ത് ചെയ്യാതിരിക്കുക. മനസ്സിലായോ? അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് വന്നിരുന്ന് രണ്ടെണ്ണം കഴിക്കുന്നതിൽ ഇപ്പോൾ സമൂഹം അതുകൊണ്ട് കുത്തഴിഞ്ഞു പോകാനും ഇവർ ഈ പറയുന്നത് പോലെ അതുകൊണ്ടാണ് ഈ വരും തലമുറ അങ്ങനെ എങ്ങനെയെന്ന് പറയാനൊന്നും പറ്റുന്നില്ല. ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം മുമ്പേ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അന്ന് മുതൽ രാജാക്കന്മാരും ഈ ഭടന്മാരും എല്ലാവരും ഈ പരിപാടി യൂസ് ചെയ്ത് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം അതിനേക്കാൾ ഒരു 1000 മടങ്ങ് ഇതായിട്ടുള്ള ലഹരി ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഡയറക്റ്റ്ലി നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് അതൊക്കെ. അതിനെപ്പറ്റി സംസാരിക്കാതെ ഇവർ ഈ ഒരു 2 പെഗടിക്കുന്നവന്മാരെ ഈ വന്നിരുന്നു ഈ ദുഷിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അവർ പറയുന്നതിന് ഒരു കാര്യം ഞാൻ യോജിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി അലമുണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി മലയാളികൾക്ക് പൊതുവെ ഒരു ഫംഗ്ഷൻ വന്നിരുന്നാലും അവിടെ ചെന്ന് നമ്മൾ ഈ അടിച്ച് ഈ വൊമിറ്റ് ചെയ്യുന്ന പരിപാടിയും പിന്നെ ഈ റോഡിൽ കിടക്കുന്ന പരിപാടിയും പിന്നെ അങ്ങനത്തെ ഒരു കൾച്ചറുണ്ട്. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ സ്വഭാവമാണത്. ഈ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഈ അലമ്പുണ്ടാക്കുന്നെന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ പേഴ്സണൽ സ്വഭാവമാണ്. അടിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് പോരുത്. അടിക്കാൻ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടി ചെയ്യരുതെന്നേ. ഇപ്പം നിങ്ങൾ ഡാൻസ് കളിക്കുന്ന ഒരാളല്ല, നിങ്ങൾക്ക് അനങ്ങാൻ പോലും പറ്റില്ല. ഇപ്പോൾ മമ്മൂക്കെ പോലെ നിങ്ങൾ ഡാൻസ് കളിക്കുന്ന വിചാരിച്ചു, ഷെയിം ചെയ്യുന്നതല്ല. പക്ഷെ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പരിപാടിക്ക് പോകരുത്. എനിക്ക് പാട്ട് പാടാൻ കഴിവില്ല, എന്നിട്ട് ഞാൻ സ്റ്റേജിൽ കയറി പാട്ട് പാടിയിട്ട് അലമ്പായി പോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഞാൻ ആ പരിപാടിക്ക് പോകാൻ പാടില്ല ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അതുപോലെ തന്നെ അടിച്ചാൽ നിൽക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും അല്ലാതെയും കണ്ടിട്ടുണ്ട്. അല്ല, അടിച്ചു കഴിഞ്ഞാൽ അടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ലാത്ത ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. അതാണ് ചെയ്യാനുള്ളത്. പിന്നെ മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പി കണ്ടു കഴിഞ്ഞാൽ കുപ്പിയുടെ അറ്റം കാണണം. അതൊരു ആൾക്കാർക്ക് ഭയങ്കര ക്രേസ് ആയിട്ടുള്ളൊരു സാധനം. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങൾ 2 എണ്ണം കഴിക്കുന്നു, നിങ്ങളുടെ ആ ഒരു മൈൻഡിന് വേണ്ടിയും ബോഡി റിലാക്സ് ചെയ്യാനും ഒന്ന് ആ ഒരു സ്ട്രെസ് ഫ്രീ ആവാനും നമ്മൾ കുറച്ചൊന്നൊരു സിനിമയൊക്കെ കാണുമ്പോൾ ഒരു മൂഡിലിരിക്കാനും വേണ്ടിയാണ് ഈ ഒരു സംഭവം തന്നേക്കുന്നത്. അതിനെ അബ്യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. സോ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു സാധനത്തിനെ നമ്മൾ ഒരുപാടിട്ട് അബ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കും ഇതുപോലുള്ള ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ. മൊബൈൽ ഫോണിനും ഇതുപോലെ തന്നെ ആൾക്കാർ ദൂഷ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും കാര്യമെല്ലാം. പക്ഷെ നമുക്കത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സമൂഹത്തിൽ അങ്ങ് ബ്ലെൻഡിനായി പോയി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ അതിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടേതായ രീതിയിൽ ഈ പരിപാടികൾ കസ്റ്റമൈസ് ചെയ്യുക.
അല്ലാതെ കംപ്ലീറ്റ്ലി ഈ സംഭവം അങ്ങ് വേണ്ടാന്ന് പറയുകയല്ല ചെയ്തത്. അങ്ങനെയല്ല ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. എല്ലാത്തിനും രണ്ട് സൈഡും ഉണ്ട്. നമുക്ക് എല്ലാം വേണം. ഐ മീൻ എൻജോയ്മെന്റ് ആയിട്ടുള്ള ആൾക്കാർ ആ പരിപാടിക്കും വേണം, പക്ഷേ ഇൻ എ ഗുഡ് വേ. അതാണ് പറയുന്നത്. സോ ബാക്കിയോടെ കേൾക്കാം. അയ്യോ, അതിനിടയിൽ ആഡ് കയറുന്നു. അല്ല, മാഡത്തോട് മറുപടി പറയട്ടെ. കേരളത്തിലെ പണ്ടൊക്കെ കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് അരുണാചൽ പ്രദേശത്ത്. അതെവിടെ ആയിക്കോട്ടെ, ഇതിപ്പോ സംസാരിക്കുന്ന ആൾക്കാർ കറക്റ്റ് കാര്യമല്ല സംസാരിക്കുന്നത്. അതാണ് പ്രശ്നം. എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇത് സംസാരിക്കുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഏജിലുള്ള ഇവർ പാനലിലിരിക്കുന്ന ആൾക്കാർ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുവന്നിരുത്തണം. അത് മാത്രമല്ല, അവരൊരു ബേസിക് സ്ക്രീനിങ് എങ്കിലും ചെയ്യണം. അതായത് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ സംസാരിക്കുന്നതെന്നും കൂടെ നോക്കണം. ഇത് എന്തെങ്കിലും വിളിച്ച് പറയണം നമ്മൾ ഇവിടെ മാത്രമല്ല അവിടെയാണ്. ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം? അതാ ചോദിക്കുന്നത്. ഇവിടെ ഉള്ളത് കൊണ്ട് ഇപ്പം എന്താണ് പ്രശ്നമുള്ളത്? ഇപ്പം നമ്മുടെ എക്കോണമി ആണെങ്കിലും എല്ലാം ഒരു രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളുടെ ആൾക്കാർ ജനങ്ങളിൽ വേണമെന്നുള്ളവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രശ്നം? ഇപ്പോൾ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇത് വേണ്ട, അവർക്ക് ഇതിനെ മണമടിക്കുന്ന പോലും ഇഷ്ടമല്ല. അപ്പം ഈ പരിപാടി അവരങ്ങ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും വേണ്ടാന്ന് വെക്കുന്നു. അതെന്ത് ന്യായമുള്ളത്? അതിലെവിടെയാണ് സെക്യുലറിസം? എവിടെയാണ് എല്ലാവരും ഒരുപോലെ ആവുന്നത്? അപ്പോൾ ഇവർ ഈ മാഡം പറയുന്നതിനോട് എനിക്ക് ഒരു രീതിയിലുള്ള യോജിപ്പില്ല. ഇപ്പോൾ പുള്ളിക്കാർ പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് മീൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ മറ്റാരും മീൻ കഴിക്കണ്ട എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇപ്പം മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് അപകടത്തിലും അതിലും ഇതൊക്കെ പെട്ട് മരിക്കുന്നുണ്ടല്ലോ. അത് അവിടെ റിസ്ക് ഇല്ലേ? അപ്പം എനിക്കത് ന്യായമായിട്ട് അത് പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഭയങ്കര അപകടമാണ്, അത് ജീവിതത്തിൽ ഗുണമൊന്നും ചെയ്യുന്നില്ല, അവർ നഷ്ടത്തിലാണ് ഓടുന്നത്, വാടക കൂടെ എന്നൊക്കെ പറഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ? അപ്പം ഇമാതിരി മുടന്ന് ന്യായങ്ങളൊന്നും നമ്മൾ പറയാതിരിക്കുക. അത് പറയുന്ന പിന്നെ ഇതുപോലെ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഈ പോയിന്റ്സ് പറയാൻ കെൽപ്പുള്ള ആൾക്കാരെ അവിടെ കൊണ്ടിരുത്തുക. അത് യങ്സ്റ്റേഴ്സിനുള്ള കുറച്ച് പേരെ പിടിച്ച് പുറകെ ഇരുത്തിയിരിക്കുന്നതല്ലാതെ ആ പാനലിനകത്ത് പോലും ഒരാളെ പിടിച്ചിരുത്തിയിട്ടില്ല. ഒരു മിനിമം ഒരു മര്യാദ വേണ്ടി. ഒരു 30 വയസ്സിന് താഴെയുള്ള ഒരാളെ അവിടെ പിടിച്ചിരുത്തിക്കൂടെ? ഫാമിലി ഹെൽത്ത് സർവേ എന്നൊരു സർവേ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് മാഡത്തിന്റെ കയ്യിൽ കിട്ടും, ആ മൊബൈലുണ്ട്. നോക്കുക. കേരളം എന്ന് പറയുന്നത് ഒരാളെ അയാൾ മദ്യപിച്ചത് കൊണ്ടാണ് അയാളുടെ കുടുംബം നന്നായത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അല്ല, ഇവിടെ ഒരിക്കലും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോർപ്പറേറ്റിൽ ചെന്ന് വർക്ക് ചെയ്തും ഒരു 15,000 രൂപ ശമ്പളം കിട്ടി ഒരു കാറിൻ്റെ ലോൺ എടുത്ത് 20 ലക്ഷം രൂപ വീടിന് ലോൺ എടുത്ത് നടക്കുന്നവൻ രക്ഷപ്പെട്ടാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ നല്ല ഭാഷയിലാണ് മറുപടി പറയേണ്ടത്. ഇവരെ വിചാരം എന്ന് വെച്ചാൽ അതാണ് പ്രശ്നം. ഏത് ഈ പറയുന്ന മദ്യം കഴിച്ചിട്ട് രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടോയെന്ന്. കോർപ്പറേറ്റിൽ ചെന്നും അവിടെ ചെന്ന് തട്ടിമുട്ടി 5-6 പേര് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി 70% ആൾക്കാർ അവിടെ പെട്ട് കിടക്കുന്ന ആൾക്കാരാണുള്ളത്. ഒരു ലൂപ്പിനകത്താണ് അത് കിടക്കുന്നത്, ഒരു മെട്രിക്സ് ആണത്. അതിനകത്ത് എന്താണ് 20 വർഷത്തേക്ക് ലോൺ എടുത്ത് വെച്ച് തരും ഒരു വീട് വാങ്ങുന്നവൻ, ഒരു കാർ വാങ്ങുന്നവന് അതിൻ്റെ ലോൺ, ഇതിൻ്റെ പ്രഷറും പേര് ഈ ജീവിക്കുന്നവന് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ലൈഫാണ്. എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഉദ്ദേശത്തിൽ അങ്ങനെ ഒരു ഫാമിലി, ഇത് 30 വയസ്സാകുമ്പോൾ ഒരു ഭാര്യ, പിന്നെ 2 മക്കളുടെ പഠിത്തത്തിൻ്റെ ചിലവ്, വീട്ടിലെ ചിലവ്, വീടിൻ്റെ ലോണ്, കാറിൻ്റെ ലോണ്, പിന്നെ വീട്ടിൽ എന്ത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ ലോൺ, ഈ ലോണെല്ലാം എടുത്ത് പേറി ഇങ്ങനെ നടക്കുന്നവനാണ് ഐഡിയലായിട്ട് ഒരു ജീവിതം നയിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ള ഒരാളെ മാഡം കണ്ടു കഴിഞ്ഞാൽ പറയും അവനെപ്പോലെ ആവത്തെന്താ, അവനെപ്പോലെ ജീവിക്കുക. അതിന് പകരം നീ ഇങ്ങനെ 30 വയസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നിട്ട് നീ കിട്ടുന്ന കാശിന് നീ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് പോയി 2 അടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. അതാണോ ഹീറോയിസം? ആ ഒരു മോഡലൊക്കെയാണ് ഇവരൊക്കെ. ഇവരുടെയൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ എല്ലാം കാലം കഴിഞ്ഞെന്ന് വേണം പറയാം. ഈ ചിന്താഗതി മൊബൈലിൽ വരുന്നതിന് മുമ്പുള്ള ചിന്താഗതിയാണ് ഇതൊക്കെ. ഇതൊന്നും നമ്മൾ ഒരു രീതിയിൽ ഇത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ല, ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന ആൾക്കാർ മിനിമം റെസ്പെക്ട്. ഓക്കെ, ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് അവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. മിനിമം റെസ്പെക്ട് നമ്മൾ ആ ഒരു ജനറേഷനും കൂടെ നമ്മൾ കൊടുക്കണം. ആ യങ്ങർ ജനറേഷനിലെ ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത്? കാരണം നമ്മളാണ് ഇനി അങ്ങോട്ട് ജീവിക്കുന്നത്. നമുക്കെന്താണ് വേണ്ടത്? ഇവർക്ക് എന്ത് വേണമെന്നല്ല ചോദിക്കേണ്ടത്. നമുക്കെന്താണ്, നമ്മളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കേണ്ടത്. അതെവിടെയാണ് ചോദിക്കുന്നത്? ഇവർ കുറേ 50 വയസ്സ് 60 വയസ്സായ കുറേ ടീമിനെ പിടിച്ചോണ്ട് നിർത്തിയിട്ട് ഇവരങ്ങിരുന്ന് പറയുവാണ്. എന്ത് പറയാനാണ്? ബാക്കിയോടെ കേൾക്കട്ടെ. ഒരാളെ കാണിച്ചു തന്നാൽ മദ്യ നിരോധന പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാം. അതായിരിക്കുന്നു. പിന്നല്ലാതെ പുള്ളി ഇവർക്ക് അതാ പ്രശ്നം. എനിക്കറിയില്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി അവർ നിർത്താന്നാ പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്ത് പറയാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പുള്ളിയെ എല്ലാവർക്കും അറിയാം. പുള്ളി അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിലും പരിപാടിയിലെല്ലാം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഈ മദ്യം എന്ന് പറയുന്ന പരിപാടി കൊണ്ട് തന്നെ പല മേഖലയിൽ അത് ഉപയോഗിച്ച് രക്ഷപ്പെട്ടിട്ടുള്ള ആൾക്കാരുമുണ്ട്.
കാരണം ഇന്നത്തെ സമൂഹത്തിൽ പല രീതിയിൽ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എന്തൊക്കെ ചെയ്ത് എത്രയോ പിള്ളേർ രക്ഷപ്പെട്ടിട്ടുള്ള പരിപാടിയുണ്ട്. ഈ റിവ്യൂ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതൊന്നും ഇപ്പം IASകാർക്കും IPSകാർക്കും കിട്ടാത്ത ശമ്പളം പോലുമാണ് ഇതിനകത്ത് നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇതിനൊക്കെ ഒരുപാട് എന്ന് വെച്ചാൽ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം നമുക്ക് മുമ്പെല്ലാം ഉണ്ടായിരുന്നു. നമ്മളൊന്നും ഇതിനൊത്തൊന്നും ഇറങ്ങാനോ ചെയ്യാനോ ഒന്നും സമ്മതിക്കാത്തൊരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് ആലോചിക്കണം. ഈ പുള്ളിയെല്ലാം അന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണ്. പുള്ളിക്കിപ്പം പുള്ളി ഒരു എനിക്ക് തോന്നുന്നൊരു ഇതിൻ്റെ ആൽക്കഹോൾ കമ്പനിയുടെ എങ്ങാണ്ടോ അംബാസഡറോ അതോ മറ്റേ അതിൻ്റെ ആഡും പരിപാടികളൊക്കെ ചെയ്ത് നല്ല പൈസ സമ്പാദിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഇതുകൊണ്ട് നേടിയ ആളല്ലേ. പിന്നെ നമ്മൾ പുറത്ത് പോയി ചിന്തിക്കുന്നത് നമ്മൾ കാലത്തിനനുസരിച്ച് വളരാനുള്ള ഒരു മെൻറ്റാലിറ്റി കാണിക്കണം. അല്ലാതെ വീണ്ടും ഈ കമ്പ്യൂട്ടർ വന്നപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ പോലത്തെ ആ ഒരു മെൻറ്റാലിറ്റിയും വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊന്നും നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഈ പരിപാടി എങ്ങനെയാണ് നിങ്ങൾ മദ്യത്തെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുന്നതിന് പകരം, അതായത് നിരോധിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് എഗൻസ്റ്റ് സംസാരിക്കുന്നതിന് പകരം അതും നിലനിർത്തിക്കൊണ്ട് എങ്ങനെ നല്ലൊരു രീതിയിൽ നമുക്കൊരു സിസ്റ്റം റൺ ചെയ്യാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു ലഹരി ഇല്ലാതെ ഒരിക്കലും ഒരു സിസ്റ്റം റൺ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പണിയെടുത്ത് മരിക്കാൻ വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പണിയെടുക്കാനും പിന്നെ വീട്ടിൽ ഇതുപോലെ ലോൺ എടുക്കാനും പ്രഷർ എടുക്കാനും ഈ പ്രഷർ ഉള്ളതെല്ലാം തൂക്കിയെടുത്ത് തലയിൽ വെച്ചിട്ട് മരിക്കാൻ വേണ്ടിയില്ല. നമ്മളെപ്പോലുള്ള ആൾക്കാർ നമുക്ക് കുറച്ച് എൻജോയ്മെൻറ്റ് വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമുക്കതിൽ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്തുകൊണ്ട് ചെയ്യാതിരിക്കണം? നമ്മൾ ചെയ്യുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അത് മാന്യമായിട്ട് ചെയ്യുക. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി 2 അടിച്ചിട്ട് റോഡിൽ ഇറങ്ങി വല്ലവൻ്റെയും നെഞ്ചത്ത് വണ്ടി കൊണ്ട് കയറ്റാതെ മാന്യമായിട്ട് വീട്ടിൽ കയറിയിരിക്കുക. കാര്യം കഴിഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങുക. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ഇതുകൊണ്ട് രക്ഷപ്പെട്ട ആളാരാ? ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പുണ്ടായിരുന്ന കാര്യം. എന്നിട്ട് നമ്മൾ ഇതുവരെ എത്തിയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി അങ്ങ് പൊക്കോളും. തമാശയ്ക്ക് സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വെള്ളം അടിക്കുന്ന ഒരു വീഡിയോ തമാശയ്ക്ക് എടുത്തിട്ടതാണ്. ആരോ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം ആകുമ്പോൾ 10-20 മില്യൺ വ്യൂസ് ആയിട്ട് ആ വീഡിയോ മാറുന്നു. അതിനുശേഷം വലിയ ബഹുരാഷ്ട്ര കുത്തക മദ്യ കമ്പനികൾ എന്നെ തേടി വരുന്നു. പിന്നല്ലാതെ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാന്നാണ് പറയുന്നത്. അതുകൊണ്ട് അയാൾ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ബുദ്ധിമാനാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വാങ്ങിച്ചു വെച്ചിട്ട് അതിനെ തുടരണമെന്നാണ് ഞാൻ പറയുന്നത്. കമ്പനിയിൽ ജോലി ചെയ്യുന്ന റെസ്പോൺസിബിൾ പൊസിഷൻ ആയതുകൊണ്ട് ഞാൻ ആ മേഖലയിലൂടെ തീർന്നില്ല. പക്ഷെ ഞാൻ അതിനെ പുള്ളി ദൈവമായിട്ട് കാണണം. അതിനോ ഞാനാണെങ്കിൽ മാലയിട്ട് പൂജിച്ചത്. യാത്രകളെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങി. മാഡം എടുത്തു ചോദിച്ചു, ഞാൻ മദ്യപിച്ചിട്ടാണ് തുടങ്ങുന്നത്. കറക്റ്റ് മറുപടിയാണത്. അവർ ഈ പരിപാടി അതോടെ നിർത്തിക്കോളാം എന്ന് പറഞ്ഞതാണ്. സോ എനിവേസ് ഗൈസ്, നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ അതിനോട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് അടുത്ത പാർട്ടിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഓക്കെ, സോ I'll see you guys next time in the part 2 of this video. ഓക്കെ, നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ ഈ കാര്യം പറഞ്ഞു. സോ അതിന് ശേഷമുള്ള പരിപാടികൾ അടുത്ത ഇതിൽ പറയാം. ഓക്കെ, I'll see you guys next time.